Hi friends, Assalamualaikum. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പോപ്സിക്കിളിന്റെ വീഡിയോ ആയിട്ടാണ്. ഈ ഒരു പോപ്സിക്കിൾ നമ്മൾ ക്രീം ഒന്നും യൂസ് ചെയ്യാതെ പാലും കുറച്ച് കോൺഫ്ലോറും ഉണ്ടെങ്കിൽ വേഗത്തിൽ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ പോപ്സിക്കിൾ ആണ്. വളരെ ഈസിയാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ ഈ പോപ്സിക്കിൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം ഒരു 2 കപ്പ് പാൽ എടുക്കുന്നുണ്ട്. 2 കപ്പ് എന്ന് പറയുമ്പോൾ 1/2 ലിറ്റർ പാലുണ്ട്. ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. പാട നീക്കിയ പാലല്ല, അല്ലാതുള്ള ക്രീമോട് കൂടിയുള്ള നല്ല കൊഴുപ്പുള്ള പാലാണ് നല്ലത്. അപ്പോൾ 1/2 ലിറ്റർ പാൽ ഞാനൊരു പാനിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കാം. നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പാൽപ്പൊടി ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് കോൺഫ്ലോർ ആണ് ചേർക്കുന്നത്. കോൺഫ്ലോർ ഞാൻ 3 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. കൂടി പോകരുത്, കൂടി പോകുമ്പോൾ ഒരുപാട് അങ്ങ് തിക്കായി പോവും. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള പാൽപ്പൊടി ഇല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പാൽപ്പൊടി ചേർക്കുകയാണെങ്കിൽ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇത് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിക്കാക്കി എടുക്കാം. അപ്പോൾ തീ ഒന്ന് ചൂടായി വരുമ്പോൾ തീ കുറച്ചിട്ടിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കണം, അല്ലെങ്കിൽ കോൺഫ്ലവറിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് ഇതേപോലെ തിക്കായി വന്നിട്ടുണ്ട്, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് വേണ്ടത്. ഇനി ഇത് തണുക്കാനായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. കുറച്ച് പരന്നിട്ടുള്ള ഒരു ബൗളിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ച പോലെ ഇരിക്കും. കട്ട പിടിച്ചാലും സാരമില്ല, നമുക്ക് മിക്സിയിൽ ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്, ഒന്നുകൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മിക്സിയുടെ ജാറിൽ ഒന്ന് അടിച്ചെടുക്കാം. ഒരു 30 സെക്കൻഡൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് സെറ്റാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു ഷേപ്പിലുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പകരമായിട്ട് ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. പിന്നെ നിങ്ങളുടെ അടുത്ത് പോപ്സിക്കിൾ മോൾഡ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ മോൾഡ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഒരു 2-3 എണ്ണത്തിനുള്ളത് ഞാൻ മറ്റൊരു മോൾഡിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇത് ടാപ്പ് ചെയ്തിട്ട് സെറ്റാവാനായിട്ട് ഫ്രീസറിലേക്ക് ഒരു 4 മണിക്കൂറെങ്കിലും വയ്ക്കണം. നന്നായിട്ട് സെറ്റായിട്ട് ഇതിലേക്ക് പോപ്സിക്കിളിൻ്റെ ആ സ്റ്റിക്ക് കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് മോൾഡ് ഉണ്ടെങ്കിൽ ഈ തട്ടത്തിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ ഐസ്ക്രീമൊക്കെ സെറ്റാവുന്ന പോലെ അത്ര അങ്ങോട്ട് സെറ്റായിട്ടില്ല, എന്നാലും നല്ലതുപോലെ തന്നെ നമുക്കിതിൽ നിന്ന് ഇളക്കിയെടുക്കുന്ന ആ ഒരു പാകത്തിൽ വരുമ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. പോപ്സിക്കിളിൻ്റെ ആ ഒരു അളവിൽ കട്ട് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് സ്റ്റിക്ക് കുത്തി കൊടുക്കാം. അപ്പോൾ ഇത് കുത്തി കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇത് ഒരുപാട് അങ്ങ് സെറ്റായിട്ടില്ല. അപ്പോൾ ഇത് ഇളകിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് ആക്കിയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വീണ്ടും സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്രീസറിലേക്ക് തന്നെ വയ്ക്കാം. ഒരു 2-3 മണിക്കൂർ കൂടെ വെച്ചിട്ട് നന്നായിട്ട് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇത് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ലതാണ്. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് എൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ട് ഇതിലേക്കൊന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ആക്കിയിട്ട് ഇതിങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അവരവരുടെ ഇഷ്ടത്തിന് ഇത് ചെയ്തെടുക്കാവുന്നതാണ്.
അപ്പോൾ നല്ല ഭംഗിയിൽ നല്ല ടേസ്റ്റി ആയിട്ട് പോപ്സിക്കിൾസ് നമുക്ക് ക്രീമൊന്നും ഇല്ലാതെ തന്നെ വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്